ഹലോ ഡിയർ ഓൾ. ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് വിസിറ്റിൻ്റെ എത്തനദർ ഡേ ആണ്. അപ്പം നമ്മളൊന്ന് സൺഡേ മാസം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് റിസോർട്ടിൽ തന്നെ എത്തി. നമ്മൾ വിഷു ഒക്കെ ആയിട്ട് കുറച്ച് പടക്കവും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പൊട്ടിച്ച് ഈ ഒരു വിഷു സെലിബ്രേഷൻ മോഡിലേക്ക് എത്തുകയാണ് നമ്മൾ. അപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു നാട്ടിനേക്കാളും കൂടുതലായിട്ട് ഇവിടെ ആളുകൾ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലായിടത്തും ഞങ്ങൾ ചെന്ന സമയം തൊട്ട് ഇതുപോലെയുള്ള ഡെക്കറേഷൻസും സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ റിസോർട്ടിൽ തന്നെ നമുക്കൊരു ഫ്രണ്ടിൽ കുറച്ച് ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചു. അപ്പോൾ കസിൻ്റെ തന്നെ ആളൊരു ഷോപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറേ പടക്കങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത കുറേ വെറൈറ്റി ടൈപ്സിലുണ്ടായിരുന്നൊക്കെ ക്രാക്കേഴ്സൊക്കെ നമുക്ക് കിട്ടി. അപ്പം അതെല്ലാം ആയിട്ടായിരുന്നു നമ്മുടെ ഈ ഒരു സെലിബ്രേഷൻ മോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും ഈ ഒരു ആഘോഷങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ നമ്മൾ എത്ര വളർന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും വിൽ ഗോ ബാക്ക് ടു അവർ ചൈൽഡ്ഹുഡ്. അപ്പോൾ ആ ഒരു ഫീലാണ് ഇതൊക്കെ പൊട്ടിച്ച് കുറച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരിലേക്കും വന്ന്. അപ്പം അങ്ങനത്തെ ഒരു നല്ലൊരു നൈറ്റായിരുന്നു. നല്ലൊരു സെലിബ്രേഷൻ മൂഡിൽ നമ്മൾ പോയിക്കൊണ്ടിരുന്ന ഒരു ദിവസമായിട്ടാണ് നമുക്കിത് കിട്ടിയത്. നമ്മൾ സ്റ്റേ ചെയ്ത റിസോർട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്ന ഒരു നല്ല കായലായിരുന്നു. അപ്പം ഈ ഒരു ലൈറ്റ് റിഫ്ലക്ഷൻസ് ഒക്കെ കിട്ടി നല്ല പീസ്ഫുള്ളായിട്ട് കാറ്റൊക്കെ അടിച്ച് നമ്മളവിടെ സ്പെൻഡ് ചെയ്തു കുറച്ച് സമയം കൂടി. ദെൻ നമ്മുടെ വിഷുവിൻ്റെ ദിവസം എത്തി. നമ്മൾ ഏർലി മോർണിംഗ് തന്നെ എണീറ്റു. നമുക്ക് അവരുടെ കസിൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ അവരവിടെ വിഷുവിൻ്റെ പ്രിപ്പറേഷൻസിലൊക്കെയാണ്. അപ്പോൾ നമ്മൾ അവരേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ഒരു റിസോർട്ടിൻ്റെ ഫ്രണ്ടിലുള്ള കുറച്ച് ലോൺ ഏരിയ ഉണ്ട്. അവിടെയൊക്കെ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ നമ്മൾ വിഷുവായിട്ട് ഇവിടുത്തെ ഒരു കസിൻ്റെ വീട്ടിലാണ് നമ്മൾ ഇന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പം അവരുടെ വീട്ടിലേക്ക് എത്തി. വിഷുവിൻ്റേതായിട്ടുള്ള പ്രിപ്പറേഷൻസൊക്കെയും ഇവരുടെ വീട്ടിലുണ്ടായിരുന്നു. രാവിലെ അവർ കണിയൊക്കെ കണ്ടു. അപ്പം പൂജാ റൂമൊക്കെ നല്ല രീതിയിൽ ഡെക്കറേറ്റൊക്കെ ചെയ്ത് കൃഷ്ണനും അതുപോലെ തന്നെയുള്ള കുറച്ച് ഡെക്കറേഷൻസും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടായിരുന്നു ആ റൂം അവർ നല്ലതായിട്ട് അറേഞ്ച് ചെയ്തിരുന്നു. നമുക്ക് നൂൺ ടൈം ആയപ്പോഴത്തേക്കും നമ്മൾ വിഷു സദ്യ കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു ഭാഗത്തേക്ക്, അതായത് കാസർഗോഡ് കോഴിക്കോട് ആ ഏരിയയിലൊക്കെ സദ്യയോടൊപ്പം തന്നെ അവർക്ക് നോൺ വെജ് ഐറ്റംസ്, അതായത് ഇപ്പം മീൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് നമുക്കത് എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പം നല്ലൊരു വിഷു സദ്യയായിരുന്നു ഇവിടുത്തെ അമ്മ നമുക്ക് വേണ്ടി ഒരുക്കിയിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോരുവാണ്. അപ്പം ഒത്തിരി നല്ല ഓർമ്മകളുമായിട്ടാണ് നമ്മൾ കോഴിക്കോട് നിന്ന് പോരുന്നത്. വീണ്ടും നമുക്ക് വരാൻ ആഗ്രഹമുള്ള നല്ലൊരു പ്ലേസാണ്. ഹോപ്പ് യു എൻജോയ്. താങ്ക് യു.